എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ പച്ചമാങ്ങ വെച്ചിട്ട് എരിവും പുളി മധുരവും എല്ലാം ഉള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇഞ്ചിപ്പുളിയൊക്കെ ചെയ്യുന്ന പോലെ നല്ല ചൂട് ചോറിന്റെ ഒപ്പം, അതുപോലെ നമ്മൾ ബിരിയാണിക്കൊക്കെ സൈഡ് ഡിഷായിട്ട് ഈന്തപ്പഴച്ചാറൊക്കെ എടുക്കത്തില്ലേ, ബിരിയാണിക്കും പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ പച്ചമാങ്ങ വെച്ചിട്ടുള്ളത്. അപ്പം നമുക്കതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് നോർമൽ പുളിയുള്ള 2 പച്ചമാങ്ങ ആണ് വേണ്ടത്. കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ ഇതൊരു 540 ഗ്രാമാണ് കേട്ടോ. 1/2 കിലോ പച്ചമാങ്ങയുടെ അളവാണ് ഞാനിപ്പോൾ ഇതിൽ പറയുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് പച്ചമാങ്ങ കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അതായത് മുഴുവൻ തൊലി അങ്ങ് കളയരുത്. ആ ഒരു മാങ്ങയുടെ ഒരു തൊലി പകുതിയുള്ള ഒരു മാങ്ങയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം തൊലി ഫുള്ളായിട്ട് കളഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് അങ്ങ് അലുത്ത് പോവുകയും ചെയ്യും. തൊലി ഫുള്ളായിട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു കട്ടിയുള്ള ഭാഗം മാത്രം അങ്ങ് കിടക്കുകയും ചെയ്യും നമ്മളിത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് വലുപ്പത്തിലല്ല, ഈ ഒരു കനത്തിനുമാണ് നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പം മാങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതൊരു 1-2 ആഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ ഒരു വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉലുവയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് ഇതൊരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ ഇഞ്ചിയാണ്. ഇഞ്ചിയും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പച്ചമാങ്ങ ഇല്ലേ, പച്ചമാങ്ങ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ടെടുക്കുക. ഒരു 3-4 മിനിറ്റോളം നമുക്കിത് അടച്ചു വെച്ച് കൊടുത്തിട്ട് നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് 1 നുള്ളു കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 125 ml 1/2 കപ്പ് അളവിൽ ഇതുപോലെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം തന്നെ വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 2 കപ്പ് അളവിൽ ശർക്കര പൊടിച്ചതാണ്. ശർക്കരയുടെ പൊടിയായിട്ട് ഇപ്പം നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതുപോലെ പൊടിച്ച ശർക്കരയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് അളവിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗ്രാം അളവിൽ പറയുവാണെങ്കിൽ 280 ഗ്രാം അളവിൽ ശർക്കര പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടിച്ച ശർക്കരയുടെ അളവാണ് 280 ഗ്രാം. നമ്മുടെ 250 ml ഒരു കപ്പിൽ കറക്റ്റ് 2 കപ്പ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അത്യാവശ്യം ഡാർക്ക് കളറുള്ള ഒരു ശർക്കര വേണം നമ്മൾ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു കളർ കിട്ടും. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതായത് 125 ml വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഒരു ശർക്കരയൊന്ന് ഉരുക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് തിളച്ച് കയറി വരുമ്പോഴത്തേക്കും ഒരു ശർക്കരയൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് ഉരുക്കി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ ഒരു മാങ്ങ ഇപ്പോൾ ഇവിടെ ഒരു 4-5 മിനിറ്റോളായിട്ടുണ്ട് കേട്ടോ ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ട്. ഇതുപോലെ തുറന്ന് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഒരു മാങ്ങക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഉരുക്കി വെച്ചിട്ടുള്ള ഒരു ശർക്കരയില്ലേ, ആ ഒരു ശർക്കര നമ്മൾ ഇതുപോലെ അരിച്ചിതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മുഴുവനായിട്ടും ഞാൻ ഒരു ശർക്കരയൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ല പോലെ തന്നെ ഇളക്കിയ ഒരു ശർക്കരപ്പാനിയൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത ഒരു ശർക്കരപ്പാനിയൊക്കെ ഈ ഒരു പരിവായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് എരിവിനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വറ്റൽമുളക് പൊടിച്ചതില്ലേ, ഇതുപോലെ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. അത് 1 ടേബിൾ സ്പൂൺ ആണ് കറക്റ്റ് അളവിൽ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ വറ്റൽമുളകും കൂടെ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുത്താൽ മതി. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള
നമ്മുടെ ഒരു മാങ്ങ വെച്ചിട്ടുള്ള മധുരവും എരിവും പുളിയെല്ലാം ഉള്ള ഈ ഒരു അടിപൊളി ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ വീട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ചൂട് ചോറിന്റെ ഒക്കെ കൂടെ കഴിക്കാം. അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് ആ ഒരു ഈന്തപ്പഴ അച്ചാറിനൊക്കെ പകരം ഇതുപോലെ ഈ ഒരു സൈഡ് ഡിഷ് എടുക്കാവുന്നതാണ്. സദ്യക്കൊക്കെ ഒപ്പം ഇഞ്ചിപ്പുളിക്ക് പകരം ഇത് നമുക്ക് റെഡിയാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആണ്. ഈ ഒരു മാങ്ങ സീസണിൽ നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.